ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ബിരിയാണി തയ്യാറാക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കുള്ള ഫിഷ് ആദ്യം ഫ്രൈ ചെയ്തതിന് ശേഷമാണ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മീനിലേക്ക് മസാല നന്നായി മിക്സ് ആക്കിയെടുക്കാം. ഇനി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫിഷ് ഒരു സൈഡായാൽ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡായാൽ കോരി മാറ്റാം. ഇനി ഫിഷ് ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ തന്നെ 3 സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 8 പച്ചമുളക്, 7 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് വലുപ്പത്തുള്ള ഇഞ്ചി ചതച്ചത് ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് വെച്ച് കൊടുക്കാം. ഇനി മീൻ പൊട്ടിപ്പോകാതെ ഇതിലേക്ക് മസാല മിക്സ് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവാള, 3 ഏലക്ക, 3 കഷ്ണം പട്ട, 4 ഗ്രാമ്പു ചേർക്കാം. ഇനി ഇതിലേക്ക് 4.5 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്തെടുക്കാം. അതിനുവേണ്ടി റൈസിൽ നിന്ന് ഒരു ബൗളിലേക്ക് കുറച്ച് മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ടി അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ്, കറിവേപ്പില, സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചോറിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്തത് വിതറി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതാണിത്. ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി മസാല വെച്ച് കൊടുക്കാം. ഇനി മാറ്റി വെച്ച ചോറ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. ഇനി ദം ചെയ്യാനായിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണിത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയൊരു ഈസി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.